നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മാരക രാസലഹരി മരുന്ന് കടത്തിയ യുവാവിനെ കൊരട്ടിയിൽ നിന്നും പിടികൂടി. കാലവർഷ പ്രതിരോധം അവലോകന യോഗം ചേർന്നു. നെല്ലായി സ്വദേശി NV ഇന്ദിര രചിച്ച എന്റെ കൊച്ചു ലോകം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ചാലക്കുടി കൂടപ്പുഴ അജന്ത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മാരക രാസലഹരി കടത്തിയ യുവാവിനെ കൊരട്ടിയിൽ അറസ്റ്റ് ചെയ്തു. കണ്ണൂർ ഇരിട്ടി വിളമന സ്വദേശി മലയിൽ വീട്ടിൽ അമൽ കൃഷ്ണയാണ് രാസലഹരിയുമായി പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ IPSന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ചാലക്കുടി DVSP R അശോകൻ, റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DVSP N മുരളി, കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ NA അനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ കൊരട്ടി ജംഗ്ഷനിൽ നടത്തിയ പരിശോധനയിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന 15 ഗ്രാമോളം MDMAയുമാണ് പ്രതി പിടിയിലാകുന്നത്. കൊരട്ടി ജംഗ്ഷനിൽ സംശയാസ്പദമായി കണ്ട യാത്രക്കാരനെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായി സംസാരിച്ചതിനാൽ വിശദമായി പരിശോധിച്ചപ്പോൾ യുവാവിന്റെ പോക്കറ്റിൽ ഭദ്രമായി പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന രാസലഹരി കണ്ടെത്തി. ബാംഗ്ലൂരിൽ നിന്നും പല വാഹനങ്ങൾ മാറിക്കയറിയാണ് ഇയാൾ കൊച്ചിയിലെത്തിയതെന്ന് പോലീസിനോട് സമ്മതിച്ചു. പ്രതിക്ക് മുൻപും ലഹരിമരുന്ന് കേസുകൾ ഉള്ളതായി പോലീസ് അറിയിച്ചു. പിടികൂടിയ മയക്കുമരുന്നിന് ചില്ലറ വിപണിയിൽ 1 ലക്ഷത്തിലേറെ രൂപ വില വരും. രാസലഹരി പിടികൂടിയ പോലീസ് സംഘത്തിൽ ജില്ലാ ലഹരി വിരുദ്ധ സേനയിലെ SIമാരായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൌലോസ്, PM മൂസ, VU സിൽജോ, സീനിയർ CPOമാരായ AU റജി, ബിനു MJ എന്നിവരും കൊരട്ടി സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷിഹാബ് കുട്ടശ്ശേരി, അഡീഷണൽ SI ഷിബു CP, ASI നാഗേഷ് KC, സീനിയർ CPOമാരായ ടെസി, സജീഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിബിൻ ജെൻസൺ, മണിക്കുട്ടൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. തുടർ നടപടികൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ജില്ലയിൽ ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി നിരീക്ഷണം ശക്തമാക്കാൻ കളക്ടർ. ദുരന്ത നിവാരണ പ്രതിരോധത്തിന്റെ ഭാഗമായി ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത അറിയുന്നതിന് നിരീക്ഷണം ശക്തമാക്കാൻ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ നിർദ്ദേശം നൽകി. കാലവർഷവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ചേംബറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ചാലക്കുടി, ചാവക്കാട്, മുകുന്ദപുരം, തലപ്പിള്ളി, കൊടുങ്ങല്ലൂർ, കുന്നംകുളം, തൃശൂർ താലൂക്കുകളിൽ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയും ചാവക്കാട്, കൊടുങ്ങല്ലൂർ താലൂക്കിലെ കടലോര മേഖലയിലാണ് കടൽക്ഷോഭ സാധ്യതയും കണ്ടെത്തിയത്. മുൻ വർഷങ്ങളിൽ അപകടം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ജില്ലാ തലത്തിൽ തയ്യാറാക്കിയ വിവരണങ്ങളാണിത്. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും തീർത്തും അപ്രതീക്ഷിതമായതിനാൽ കനത്ത നിരീക്ഷണവും തുടർ നിരീക്ഷണവും ഉറപ്പാക്കണം. പഞ്ചായത്തുകളിൽ പ്രത്യേക സംഘം രൂപീകരിക്കാൻ ജോയിന്റ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി. അസിസ്റ്റന്റ് പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ ഉൾപ്പെടുന്ന സംഘം ആഴ്ചതോറും പ്രദേശങ്ങൾ സന്ദർശിച്ച് അപകട സാധ്യത പരിശോധിച്ച് ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പിനും ജിയോളജി വകുപ്പിനും റിപ്പോർട്ട് നൽകണം. പോലീസിന്റെ സേവനം ആവശ്യമെങ്കിൽ ഉണ്ടാകും. വനം വകുപ്പിന്റെ പരിധിയിൽപ്പെടുന്ന സ്ഥലങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യണം. വിള്ളൽ, അസാധാരണ വ്യത്യാസങ്ങൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യണം. ദുരന്ത സാധ്യത പ്രദേശങ്ങളുടെ താലൂക്ക് തലത്തിലുള്ള പട്ടിക തയ്യാറാക്കാൻ തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകി. എല്ലാ 2 ആഴ്ച തോറും താലൂക്ക് ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് അവലോകനം നടത്തണം. കാലവർഷം രൂക്ഷമായാൽ പൊതുജനങ്ങളെ പാർപ്പിക്കുന്നതിനുള്ള ഷെൽട്ടർ ഹോമുകളിലെ സൌകര്യങ്ങൾ, വൈദ്യുതി, കുടിവെള്ള ലഭ്യത, മറ്റടിസ്ഥാന സൌകര്യങ്ങളും പഞ്ചായത്ത് അധികൃതരുടെ സഹായത്തോടെ ഉറപ്പാക്കണം. കിണറുകൾ ഇടിയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് തുറന്ന കിണറുകൾക്ക് ചുറ്റും ഫെൻസിംഗ് സ്ഥാപിക്കാൻ നടപടിയുണ്ടാകും. നിലവിൽ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് പൊളിച്ച റോഡുകളിൽ 10 ദിവസത്തിനകം പണി പൂർത്തിയാക്കും. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് നടപടി സ്വീകരിക്കും. പട്ടികജാതി പട്ടികവർഗ കോളനികൾ, പ്രദേശങ്ങൾ എന്നിവ ബന്ധപ്പെട്ട് പ്രൊമോട്ടർമാരെ നിരീക്ഷണത്തിലാക്കും. മഴയുടെ തോത്, പ്രതിദിനം രേഖപ്പെടുത്തുന്ന അളവ് ശാസ്ത്രീയമായി വിലയിരുത്തി വെള്ളപ്പൊക്ക സാധ്യത നിരീക്ഷിക്കും. തൃശൂർ DFO രവികുമാർ മീണ, ഡെപ്യൂട്ടി കളക്ടർ ദുരന്ത നിവാരണം B അനിൽകുമാർ, LSGD ജോയിന്റ് ഡയറക്ടർ, വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നെല്ലായി സ്വദേശി NV ഇന്ദിര രചിച്ച എന്റെ കൊച്ചു പുസ്തകം പ്രകാശനം ചെയ്തു. മുൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപിന് നൽകിക്കൊണ്ടാണ് പ്രകാശനം നടത്തിയത്.
NS മഹേശ്വരൻ, NV ഇന്ദിര, NV പ്രസാദ്, സുധാകരൻ നെല്ലായി എന്നിവർ സംസാരിച്ചു. രവീന്ദ്രൻ മാഷയുടെ പ്രസംഗം അല്ലെങ്കിൽ വർത്തമാനം കുറെ കാലമായി നമുക്കൊക്കെ വല്ലാതെ മിസ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ MLA ആയിരുന്ന, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിലൊക്കെ വെള്ളിക്കുളങ്ങര സൗഹൃദ കലാ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ SSLCക്ക് ഫുൾ A+ നേടിയ OS സൂര്യയെ അനുമോദിച്ചു. മോനോടി നമ്പ്യാർപാടം ഒളിപ്പറമ്പൻ സുരേഷ് സിന്ധുവിന്റെ മകളാണ് സൂര്യ. സൗഹൃദ കലാ കൂട്ടായ്മയുടെ സെക്രട്ടറി സുധീർ വെള്ളിക്കുളങ്ങര ട്രോഫി സമ്മാനിച്ചു. കലാകാരന്മാരായ സുധി കലാഭവൻ, സെയ്ക്കോ ജോസ്, ഷൈജു ജോസ്, മോഹൻദാസ്, കിച്ചു, ആശ നമ്പ്യാർ എന്നിവർ നേതൃത്വം നൽകി. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ ടൂർണമെന്റിന് ഈ കഴിഞ്ഞ SSLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിലും ഫുൾ A+ വാങ്ങിയ സൂര്യ OSനെ ഞങ്ങളുടെ വെള്ളിക്കുളങ്ങര സൗഹൃദ കൂട്ടായ്മ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങളുടെ അനുമോദനവും അഭിനന്ദനവും അറിയിക്കുകയാണ്. വളരെ ചെറുപ്പത്തിൽ ചാലക്കുടി കൂടപ്പുഴ അജന്ത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BBA LLB ഹോണേഴ്സ് പഞ്ചവത്സര കോഴ്സിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് വർണ്ണന വത്സനെയും ചാലക്കുടി നഗരസഭ 12, 14, 15 വാർഡുകളിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ മെമന്റോ നൽകി ആദരിച്ചു. ഗവൺമെന്റ് പ്ലീഡറും തൃശൂർ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് മധു ചിറക്കൽ അധ്യക്ഷനായി. നഗരസഭാ കൌൺസിലർമാരായ സൂസി സുനിൽ, ക്ലബ് രക്ഷാധികാരികളായ ജോണി മേച്ചേരി, PMA കരീം, അഡ്വക്കേറ്റ് വർണ്ണന വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി TP രാജു സ്വാഗതവും രജനീഷ് കാളിവീട്ടിൽ നന്ദിയും അറിയിച്ചു. അതിരപ്പള്ളി മേഖലയിലേക്കെത്തിയ വിനോദസഞ്ചാരികളുടെ കാറിനു നേരെ കാട്ടാന പാഞ്ഞെടുത്തു. റോഡിനിരുവശവും നിന്നിരുന്ന ആനക്കൂട്ടത്തിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങിയ പിടിയാനയാണ് കാറിനു നേരെ പാഞ്ഞെടുത്തത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ആന വരുന്നത് കണ്ട് കാർ പിന്നോട്ടെടുത്തതിനാൽ തലനാരിഴയ്ക്കാണ് കാറിലുണ്ടായിരുന്നവർ കാട്ടാന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ ആനക്കയത്ത് വെച്ചായിരുന്നു സംഭവം. മലക്കപ്പാറയിൽ നിന്നും തിരികെ വരികയായിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന കാറിനു നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. എതിർദിശയിൽ ഉണ്ടായിരുന്നവരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. കാട്ടാന പിന്നീട് കാട് കയറി. കഴിഞ്ഞ ദിവസവും ഇതേ റൂട്ടിൽ കാട്ടാന വാഹനങ്ങൾ തടഞ്ഞിരുന്നു. വെറ്റിലപ്പാറ ചിക്ലായി പെട്രോൾ പമ്പിന് സമീപമാണ് കൊമ്പൻ വഴി തടഞ്ഞത്. കാട്ടാന റോഡിൽ നിലയുറപ്പിച്ചതോടെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പോട്ട വ്യാസപുരത്ത് പലചരക്ക് സ്റ്റേഷനറി കട പൂർണ്ണമായും കത്തിനശിച്ചു. ഏകദേശം 4 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പോട്ട വൈപ്പിൽ പ്രഭാകരൻ മകൻ സജിത് കുമാറിന്റെ ഉടമസ്ഥയിലുള്ളതാണ് കട. തിങ്കളാഴ്ച രാവിലെ 6:30യോടെ പാലിറക്കാൻ വന്ന വണ്ടിക്കാരനാണ് കടയുടെ ഉള്ളിൽ നിന്ന് പുകയുരുന്നത് കണ്ടത്. ഉടൻ തന്നെ സമീപവാസിയെ വിവരമറിയിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതോടെ ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായി അണയ്ക്കുകയായിരുന്നു. പുകഞ്ഞ് തീ പടരുകയായിരുന്നു. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച സ്റ്റോക്ക് എടുത്തു വന്ന മുഴുവൻ സാധനങ്ങളും കത്തി നശിച്ചതായി സജിത് പറഞ്ഞു. ശക്തമായ മഴ കാരണം ആളുകൾ പുറത്തിറങ്ങാത്തതുകൊണ്ട് പുകയുരുന്നത് കാണാൻ വൈകിയതോടെ കടയുടെ ഉള്ളിൽ എല്ലാം കത്തിയിരുന്നു. നമ്മൾ ഏകദേശം ഒരു 6:15 വീടിൻ്റെ അടുത്ത് കടയുടെ അടുത്തുള്ള ഷാജിയറിനാണ് വിളിച്ചത്. ഉറക്കത്തിലായിരുന്നു. ഓടി വന്നപ്പോൾ കട ഏകദേശം ബാക്കിൽ നിന്നാണ് തീ വന്നു. കത്തി മുഴുവൻ സാധനങ്ങളും നശിച്ചു. എല്ലാ സാധനങ്ങളും നശിച്ചു. രാവിലെ ഒരു 6:30 മഴയുള്ള കാരണം നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഭിത്തിയടക്കം പൊട്ടിത്തെറിച്ചു. അപ്പുറത്തെ ഷോപ്പ് വേറെ ഉണ്ടല്ലേ? അപ്പുറത്തെ ഷോപ്പിൽ സംഭവം ബാധിച്ചിട്ടില്ലേ? എത്ര ലക്ഷം വരെ നഷ്ടം? ഏകദേശം 5 ലക്ഷം രൂപ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. കാരണം ശനിയാഴ്ച നമ്മൾ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച ഒരു കച്ചവടം പറഞ്ഞ സമയമായിരുന്നു. തിങ്കളാഴ്ച പിന്നെ അടുത്ത ശനിയാഴ്ച പർച്ചേസ് നടത്തുന്നു. ശനിയാഴ്ചകളിലാണ് പർച്ചേസ്. ചാലക്കുടി ഇലിഞ്ഞിപ്രയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അജ്ഞാതനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പറമ്പിന്റെ ഉടമയുടെ വീടിന്റെ പുറകിലുള്ള പറമ്പിൽ പച്ചക്കറി പറിക്കാൻ വന്നപ്പോഴാണ് മൃതദേഹം കണ്ടത്. 10 അടിയോളം താഴ്ചയുള്ള തോട്ടിൽ മൃതദേഹം എവിടെ നിന്ന് വന്നുവെന്ന് പോലീസ് അന്വേഷിക്കുന്നു. 50 വയസ്സ് പ്രായമുണ്ട്. സംഭവമറിഞ്ഞ് കോടച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് KT ജെയിംസ്, വൈസ് പ്രസിഡന്റ് സുനന്ദ നാരായണൻ എന്നിവർ സ്ഥലത്തെത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6890 രൂപ, പവന് 55,120 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ വീണ്ടും. ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മാരക രാസലഹരി മരുന്ന് കടത്തിയ യുവാവിനെ കൊരട്ടിയിൽ നിന്നും പിടികൂടി. കാലവർഷ പ്രതിരോധം അവലോകന യോഗം ചേർന്നു. നെല്ലായി സ്വദേശി NV ഇന്ദിര രചിച്ച എന്റെ കൊച്ചു ലോകം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ചാലക്കുടി കൂടപ്പുഴ അജന്ത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.